എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്പേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ളൊരു ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി ആണെന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് എന്താണ് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കുന്ന അതിനൊരു ചെറിയ റൂളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. 2 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ നിശേഷം ആ സംഖ്യകളുടെ ഗുണിതങ്ങളെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ട്രിക്ക് വെച്ചിട്ട്, അതിൻ്റെ റൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ മാത്സിലെ ഇനിയിപ്പോൾ വരുന്ന പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോഴും ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹെൽപ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഡിഗ്രി ലെവലിൽ ഇത് ചോദിച്ചിട്ടുണ്ട്, സാധാരണ പരീക്ഷകളിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ക്ലാസ്സിൽ 2 ക്ലാസ്സായിട്ടാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ 2 മുതൽ 11 വരെയുള്ള സംഖ്യകളും, പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കുറച്ചുകൂടി പ്രോബ്ലംസും, പിന്നെ കുറച്ച് സംഖ്യകളുണ്ട്. നമുക്ക് PSC ചോദിച്ച വേറെ കുറച്ച് സംഖ്യകളുണ്ട്, അവയുടെയും കൂടി നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കുറച്ച് സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് അതൊരു കോംബോ ആയിട്ട് പഠിക്കാൻ പറ്റും, ജോഡിയാക്കിയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ബൈ 5ഉം 10ഉം ആണ്. 5 കൊണ്ടും അല്ലെങ്കിൽ 10 കൊണ്ടും ആ 2 സംഖ്യകൾ. അപ്പോൾ ഒന്നും എന്താണ് ഡിവിസിബിലിറ്റി ബൈ 5 അല്ലെങ്കിൽ ഡിവിസിബിലിറ്റി ബൈ 10. 10 കൊണ്ട് ഹരിക്കാൻ, നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം നോക്കിയിട്ട് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ 5 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ 5 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? അപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനം നോക്കുക. ഓപ്ഷനിൽ തന്നിട്ടുള്ള സംഖ്യകളുടെ ഒറ്റയുടെ സ്ഥാനം നിങ്ങൾക്കറിയാം. ഒറ്റ, 10, 100, 1000 അങ്ങനെയാണ് പോണത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എന്താണ്, ഒറ്റയുടെ സ്ഥാനത്തുള്ള ആളെ മാത്രം നോക്കുക. ആ സംഖ്യ 0 അല്ലെങ്കിൽ 5 ആണെങ്കിൽ, ഞാൻ എന്താ പറഞ്ഞത്, ഒറ്റയുടെ സ്ഥാനത്ത് എന്താ അറിയണമെന്നുണ്ടെങ്കിൽ 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് എന്തായിരിക്കണം, 0 അല്ലെങ്കിൽ 5 വന്നിരിക്കണം. 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒറ്റയുടെ സ്ഥാനത്ത് 0 5 വന്നിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 2 പറ്റില്ല, ഇവിടെ വന്നിരിക്കുന്ന 6 അത് പറ്റില്ല, ഇവിടെ വന്നിരിക്കുന്ന 1 അത് പറ്റില്ല, ഇവിടെ എത്ര വന്നിരിക്കുന്നത് 5. അപ്പോൾ നമ്മുടെ റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്, 1235. 1235 എന്ത് ചെയ്യാൻ പറ്റും, 5 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. വേറെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ 1, 2, 3, 4, 0 12340 ഇതിനെ പറ്റുമോ? പറ്റും. 7, 2, 3, 8, 5 ഇത് പറ്റുമോ? പറ്റും. കാരണം എന്താ, ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണ്, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 0 ആണ്. ഇനി ഞാനൊരു സംഖ്യ പറയാം, 25, 0, 2, 4 ഇത് പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് എന്താ, 4 ആണ്, അതുകൊണ്ട് പറ്റില്ല. മനസ്സിലായല്ലോ. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ആളതേ 10. 10 കൊണ്ട് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഇതേ അവസാനം ആരുണ്ടാവണം, 0 ഉണ്ടാവണം. അതായത് ഒറ്റയുടെ സ്ഥാനത്ത് ആരാവണം, 0 ആവണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സംഖ്യയെ 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഒരു 2-3 എക്സാമ്പിൾ പറഞ്ഞേ. 100, 1210, 2030. അവസാനം എന്താ, ഒറ്റയുടെ സ്ഥാനത്ത് 0 വരണം. അങ്ങനെ 0 വന്നാൽ എന്താണ്, അതിനെ 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. അതിലധികം പറയാനൊന്നുമില്ല. അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. അടുത്തത് 2 കൊണ്ടുള്ള ഡിവിസിബിലിറ്റിയാണ്. നമുക്കൊരു ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ 2ൻ്റെ ഗുണിതം അല്ലാത്ത സംഖ്യ ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ 2ൻ്റെ ഗുണിതമല്ലാത്ത സംഖ്യ ഏത്? അപ്പോഴും അതിൻ്റെ അർത്ഥം എന്താ, ആ സംഖ്യേനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. അല്ലാത്തതെന്ന് ചോദിച്ച് നമുക്കപ്പോൾ എന്ത് ചെയ്യണം, ഈ ഓപ്ഷൻസിൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് പറ്റാത്തൊരു സംഖ്യ ഉണ്ടാവും, അതാണ് എന്ത്, നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 2ൻ്റെ ഗുണിതമാണോ എന്നറിയാൻ, അല്ലെങ്കിൽ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. ആ സംഖ്യ എന്തായിരിക്കണം, ഇരട്ട സംഖ്യ ആയിരിക്കണം. 2ൻ്റെ ഗുണിതമാണോ അല്ലെങ്കിൽ
2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ആ സംഖ്യ ഇരട്ടസംഖ്യ ആയിരിക്കണം. എങ്ങനെ ഇരട്ടസംഖ്യ എന്ന് പറഞ്ഞാൽ അതിനെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും, അതാണ്. അപ്പം അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക? 0, 2, 4, 6, 8. 0, 2, 4, 6, 8 എന്നീ സംഖ്യകൾ എവിടെ ഉണ്ടാവും? ഒറ്റയുടെ ഭാഗത്തുണ്ടാവും. ലാസ്റ്റ് ഒറ്റ 10, 100, 1000 പറയുന്നില്ലേ? അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 0, 2, 4, 6, 8 ഇതിലേതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും. അപ്പോഴല്ലേ നമ്മൾ ഇരട്ടസംഖ്യ എന്ന് പറയുന്നേ. അപ്പം നോക്കിക്കേ, ഇവിടെ ഓപ്ഷനിൽ നോക്കിക്കേ, ഫസ്റ്റത്തെ സംഖ്യ 1110, ഒറ്റയുടെ സ്ഥാനത്ത് 0. അപ്പം അതെന്താണ്? ഒരു ഇരട്ടസംഖ്യയാണ്. അടുത്തത് 1232, 2 വന്നു, ഇരട്ടസംഖ്യയാണ്. അടുത്തത് 1231, ഇത് ഇരട്ടസംഖ്യ അല്ല. 1 ഇരട്ടസംഖ്യയാണോ? അല്ല. 1224 ഇരട്ടസംഖ്യയാണ്. അപ്പോൾ ഏതാ ഉത്തരം? 1321. 1321 ഉത്തരം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതും നിങ്ങൾക്ക് അറിയുന്നതാണ്. അടുത്തതിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നതിൽ 3ന്റെ ഗുണിതമാവാൻ സാധ്യതയുള്ള സംഖ്യ ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ 3 എത്തി അല്ലേ? 3ന്റെ ഗുണിതമാവാൻ സാധ്യതയുള്ള സംഖ്യ. ഞാൻ 3ന്റെ കൂടെ തന്നെ വേറൊരാളെ കൂടി എഴുതിയിട്ടുണ്ട് 9 കേട്ടോ. അതെന്തിനാന്ന് വഴിയെ പറയാം. 3ന്റെ ഗുണിതമാവാൻ സാധ്യതയുള്ള സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യം നോക്കിയാൽ മതി. തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക, തന്നിരിക്കുന്ന സംഖ്യകളുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3ഓ 3ന്റെ ഗുണിതമോ ആയിരിക്കണം. ഞാൻ പറഞ്ഞത് എന്താണ്? തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3ഓ 3ന്റെ ഗുണിതമായിരിക്കണം. നോക്കാലോ. 1245 എന്ന് പറഞ്ഞാൽ 1 കൂട്ടണം 2 കൂട്ടണം 4 കൂട്ടണം 5 എത്രയാണ് വരുന്നത്? 1, 2, 3, 3ഉം 4ഉം 7, 7ഉം 5ഉം 12. ഇതെന്താണ്? ഇതൊരു 3ന്റെ ഗുണിതം ആണ് അല്ലേ? 3ന്റെ ഗുണിതമല്ലേ 12? നമുക്ക് കൂട്ടി കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 3ന്റെ ഗുണിതം ആവണം. അപ്പം ഇനി അടുത്തൊന്ന് നോക്കിക്കേ. 2 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7. ഇവിടെ നോക്കിയപ്പോൾ 2ഉം 3ഉം 5, 5, 5, 10, 10ഉം 7ഉം 17. ഇതെന്തല്ല? 3ന്റെ ഗുണിതമല്ല. അപ്പം ഇതെന്തായിരിക്കില്ല? 3ന്റെ ഗുണിതമായിരിക്കില്ല. അത്ര നോക്കിയാൽ മതി. ഇനി അടുത്ത സംഖ്യ നോക്കിക്കേ. 3 കൂട്ടണം 4 കൂട്ടണം 5 കൂട്ടണം 6 എന്ന് കൂട്ടിക്കേ. 3ഉം 4ഉം 7, 7ഉം 5ഉം എത്രയാ? 12, 12ഉം 6ഉം 18. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 18, 3, 6, 18. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് പോവും അല്ലേ? അപ്പോൾ ഇനി അടുത്ത് നോക്കിക്കേ. 46, 72. 4 കൂട്ടണം 6 കൂട്ടണം 7 കൂട്ടണം 2. അപ്പോൾ ഇത് നോക്കിക്കേ. 4, 6ഉം 10, 10ഉം 7ഉം 17, 17ഉം 2ഉം 19. ഇത് വരുമോ? ഇല്ല. 19 എന്ത് ചെയ്യാൻ പറ്റില്ല? 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ചെറിയൊരു പ്രശ്നം പറ്റിയില്ലേ? ഇവിടെ 2 എണ്ണം വന്നു അല്ലേ? എയും വന്നു സിയും വന്നു അല്ലേ? 1245ഉം 3456ഉം എന്ത് ചെയ്യാൻ പറ്റും? 3ന്റെ ഗുണിതാവാനുള്ള സംഖ്യകൾ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ചോദ്യത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. എന്നാലും നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. എന്താണ്? ഈ സംഖ്യകളുടെ തുക കൂട്ടിയാൽ ഈ സംഖ്യകളുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 3ഓ 3ന്റെ ഗുണിതമോ ആയിരിക്കും. മനസ്സിലായല്ലോ? എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്തത് 9ന്റെ നോക്കി നോക്കാം. അതെ, ചോദ്യം നോക്ക്. താഴെ കൊടുത്തിരിക്കുന്നതിൽ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്ന സംഖ്യ ഏത്? 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരുന്ന സംഖ്യ. അപ്പോൾ ഇത്രയും നേരം പഠിച്ചത് തന്നെയാണ്. ഈ നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ശിഷ്ടം 0 വരും തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് തന്നേക്കണേ. അപ്പം ഞാൻ പറഞ്ഞു എന്ത്? 2 എണ്ണം എഴുതുമ്പോൾ ഒരു പ്രത്യേകത പറഞ്ഞു. എന്ത്? അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പഠിക്കുന്നതെന്ന്. അപ്പം 3ന്റെ കേസിൽ നമ്മൾ എന്ത് പറഞ്ഞു? സംഖ്യകളെയൊക്കെ കൂട്ടുമ്പോൾ എന്താ പറയുന്നത്? ആ സംഖ്യകളുടെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 3ഓ 3ന്റെ ഗുണിതമോ ആയിരിക്കണം. അപ്പം ഇവിടുത്തെ കേസിലോ 9 ചെയ്യാൻ പറഞ്ഞതെങ്കിലോ നമ്മൾ സാധാരണ പോലെ സംഖ്യകളെല്ലാം കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് അവയുടെ തുക എന്ന് പറയുന്നത് 9ഓ
9ന്റെ ഗുണിതമോ ആയിരിക്കണം. എന്താ പറഞ്ഞത്? 9ന്റെ ഗുണിതമോ ആയിരിക്കണം. ചെയ്തു നോക്കാലോ. 2345 2 കൂട്ടണം 3 കൂട്ടണം 4 കൂട്ടണം 5 എത്രയാ കിട്ടുക? 2 5 10 2 3 5 5 5 10 10 4 14 14 9ന്റെ ഗുണിതമാണോ? അല്ലല്ലോ. അപ്പം അതന്നെ എന്ത് വരില്ല? ശിഷ്ടം 0 വരില്ല. നിശേഷം ഹരിക്കാൻ പറ്റെങ്കിലല്ലേ ശിഷ്ടം 0 വരുള്ളൂ. അപ്പം ഫസ്റ്റത്തത് എ പറ്റില്ല. അടുത്ത നോക്ക്. 5 കൂട്ടണം 6 കൂട്ടണം 7 കൂട്ടണം 9 ചെയ്തു നോക്കാലോ. 5ഉം 6ഉം കൂട്ടിയാൽ 11 11 9ഉം 20ഉം 7ഉം 27 27 9 27 അല്ലേ? അപ്പം എന്താണ് ഇത്? 56 79 എന്ന് പറയുന്നത് എന്താണ്? 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. അപ്പം എന്തായി? അതിൻ്റെ ശിഷ്ടം എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പം നമ്മുടെ ഉത്തരം എന്തായിരിക്കും? 5679. ഇനി അടുത്തതും കൂടി ഒന്ന് ചെയ്തു നോക്കാം അല്ലേ. 9 കൂട്ടണം 1 കൂട്ടണം 8 കൂട്ടണം 2 ചെയ്താൽ എത്ര വരിക? 9 1 10 10ഉം 10ഉം 20 വരുന്നത്. ഇതെന്താണ്? ഇത് 9ന്റെ ഗുണിതാണോ? അല്ല. അപ്പം അതിന് വരുമോ? ഉത്തരം വരുമോ? ഇല്ല. ഉത്തരം ശിഷ്ടം 0 വരുമോ? ഇല്ല. ഇനി അടുത്ത് നോക്ക്. 7 കൂട്ടണം 2 കൂട്ടണം 9 കൂട്ടണം 0 7 കൂട്ടണം 2 കൂട്ടണം 9 കൂട്ടണം 0 എത്ര വരെ ഇത് കൂട്ടിയാൽ? 9 9ഉം 18 9 9ഉം 18 18 എന്താണ്? 9ന്റെ ഗുണനമാണ്. അപ്പം എന്ത് വരും? അവിടെയും എന്ത് വരും? ശിഷ്ടം 0 വരും. അപ്പം നമ്മുടെ ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. എങ്ങനെ? എയും ബിയും ശരി, എയും സിയും ശരി, അല്ലെങ്കിൽ എയും ഡിയും ശരി, അങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് 2 ഉത്തരങ്ങൾ ഇവിടെ വന്നു അല്ലേ. ബിയും ഡിയും ഉത്തരങ്ങളായിട്ട് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കി. ഒരു വ്യത്യസ്തമായ ചോദ്യം. 7 2 8 3 6 5 എന്ന സംഖ്യ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര? നമ്മൾ സാധാരണയാണ് എന്ത് ചെയ്യണം? 7 2 8 3 6 5നെ 9 കൊണ്ട് ഹരിച്ച് കണ്ടുപിടിക്കണം. നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ് നോക്കുകയല്ലേ. നമ്മളെ സംഖ്യ ഏതാ? 7 കൂട്ടണം 2 കൂട്ടണം 8 കൂട്ടണം 3 കൂട്ടണം 6 കൂട്ടണം 5. അതായത് ഇതിൻ്റെ അക്കങ്ങളുടെ തുക എടുക്കുകയാണ്. ആദ്യം 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. ശേഷം പോകാൻ നോക്കി കഴിഞ്ഞാൽ 0 ഉത്തരം എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ കൂട്ടുമ്പോൾ 7ഉം 2ഉം 9 9ഉം 8ഉം 17 17 3ഉം 20 20ഉം 6ഉം 26ഉം 5ഉം 31. എനിക്കിപ്പോൾ കൂട്ടിയപ്പോൾ മൊത്തത്തിൽ എത്ര കിട്ടി? 31 കിട്ടി. ഇത്രയും ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്താൽ ഈ 31നെ 9 കൊണ്ട് ഹരിച്ചാൽ മതി. എത്ര വരിക അപ്പോൾ? 3 9 27 ശിഷ്ടം 4. അവിടെ കഴിഞ്ഞു. അവിടെ നമ്മുടെ ഉത്തരമായി 3 9 27 ശിഷ്ടം 4. അപ്പം ഈ കിട്ടിയേക്കുന്ന ശിഷ്ടം തന്നെ ആയിരിക്കും ഈ ചെയ്താലും കിട്ടാൻ പോണത്. മനസ്സിലായോ? അപ്പം നമ്മുടെ ഉത്തരം എത്ര? ഓപ്ഷൻ സി 4 സിമ്പിളല്ലേ. അടുത്ത ചോദ്യം നോക്കാം. ഇതിൻ്റെ തന്നെ വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചോദ്യം. 3 4 2 K 68 എന്ന സംഖ്യയെ, ഈ കെ എന്ന് പറയുന്നത് എന്താ? അവിടെ വേറൊരു സംഖ്യയാണെന്നാണ് അല്ലേ. എന്ന സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ കെയുടെ വില എത്ര? നല്ല ചോദ്യം അല്ലേ. എങ്ങനെ ചെയ്യുക? നമുക്ക് സാധാരണ രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന് പകരം എന്ത് ചെയ്താൽ മതി? 3 കൂട്ടണം 4 കൂട്ടണം 2 കൂട്ടണം കെ കൂട്ടണം 6 കൂട്ടണം 8. ഇതെന്തായിരിക്കും? ഇത് 9ന്റെ ഒരു ഗുണിതമായിരിക്കും. അറിയാലോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇതൊന്ന് സാധാരണ പോലെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? 3ഉം 4ഉം 7 7ഉം 2ഉം 9 9ഉം 6ഉം 14 15 15ഉം 8 23. അപ്പോൾ 23 പ്ലസ് കെ എന്നുള്ള പോലെ വന്നല്ലോ. 23 പ്ലസ് കെ എന്ന് വന്നല്ലോ. മനസ്സിലായല്ലോ. 23 പ്ലസ് കെ എന്ന് വന്നു. അപ്പോൾ ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ. കെയുടെ വില കാണണം. ഈ 23 പ്ലസ് കെ എന്ന് വന്നിട്ട്
നമുക്ക് ഇവരോട് പറഞ്ഞത് കെയുടെ വില കാണാനാണ്. അപ്പോൾ ഈ ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്, ഇതിൽ കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ എന്ത് ചെയ്തു, ആദ്യം ഇതെല്ലാം കൂടി അങ്ങ് കൂട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 23 കിട്ടി. അപ്പോൾ കെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യം എല്ലാം കൂടി ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഇതൊക്കെ പാടെ കൂട്ടി. അപ്പോൾ നമുക്ക് കിട്ടി 23 കിട്ടി, അക്കങ്ങളുടെ തുക 23 കിട്ടി. അതിനോട് കൂടി എത്രയോ കൂട്ടണം, ആ കൂട്ടേണ്ടത് ആരാണ്, കെ ആണ്. അങ്ങനെ കൂട്ടിയാൽ കിട്ടേണ്ടത് എന്താണ്, 9ന്റെ ഗുണിതമായിരിക്കണം. അപ്പോൾ 23 കഴിഞ്ഞാലുള്ള 9ന്റെ ഗുണിതം ഏതാ, 23 കഴിഞ്ഞുള്ള 9ന്റെ ഗുണിതം ഏതാ, 3 9 27. 27 നമുക്ക് കിട്ടേണ്ടത്. എങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷെ നമുക്ക് കിട്ടിയേക്കണ ആരെയാ, 23. അപ്പോൾ 27 കിട്ടേണ്ടത്, 23 നമുക്കുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, 27 23 കുറയ്ക്കുക, ആ 4 അതായിരിക്കും എന്ത്, കെയുടെ വില എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ചോദ്യം വന്നാൽ ആദ്യം എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആ അക്കങ്ങളെല്ലാം കൂട്ടാം. 3 + 4 + 2 + 6 + 8 ആ കേനെ ഒഴിവാക്കിക്കോ, എന്നിട്ട് കൂട്ടിയാലും മതി. അപ്പോൾ ഇതെല്ലാം കൂട്ടി 7 2 9 9 6 15 15 8 23. 23 എന്ന് പറഞ്ഞ സംഖ്യ കിട്ടി. ഇനി നമ്മൾ നോക്കി, എന്ത് നോക്കി, 23ന് തൊട്ടപ്പുറത്തുള്ള 9ന്റെ ഗുണിതം ഏതാണ് നോക്കുമ്പോൾ 27. ആ 27ൽ നിന്ന് നമ്മൾ 23 കുറച്ചാൽ നമ്മുടെ കെയുടെ വിലയായി. അത്രയേ ഉള്ളൂ കേട്ടോ. 7 3 പോയാൽ 4. നമ്മുടെ ഉത്തരം എത്രയാ, ഓപ്ഷൻ സി 4. മനസ്സിലായല്ലോ. അടുത്ത നോക്കി നോക്കാം. ഇനി ഇതാക്കുന്നു. ഇപ്പോൾ നമ്മൾ 5 10 പഠിച്ചു, അതുപോലെ 2 പഠിച്ചു, 3 9 പഠിച്ചു. ഇനി അടുത്തതായിട്ടുള്ളത് 4 8 അപ്പോൾ ഈ ചോദ്യത്തിൽ 4ൻ്റെയാണ് നോക്കാൻ പോണത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണ്? അപ്പോൾ ഈ 4 കൊണ്ട് ഹരിക്കാൻ എന്താ ട്രിക്ക്? വളരെ സിമ്പിളാണ്. നോക്ക്, ഈ അവസാനത്തെ 2 അക്കം കണ്ടോ, 2 അക്കം കണ്ടോ, അവസാനത്തെ 2 അക്കം കണ്ടോ, അത് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. അങ്ങനെ പറ്റുമെങ്കിൽ അതെന്താണ്, അത് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. അത്രയേ ഉള്ളൂ. എന്താ ഞാൻ പറഞ്ഞത്, അവസാനത്തെ ലാസ്റ്റത്തെ 2 അക്കങ്ങൾ തന്നിരിക്കുന്ന എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ വലിയൊരു സംഖ്യ തന്നു. എന്നിട്ട് ഇത് 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ലാസ്റ്റത്തെ 2 അക്കങ്ങളെ മാത്രം എടുത്താൽ മതി. അത് 4 കൊണ്ട് പോകുമോ നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് പറഞ്ഞാൽ, ഇതിൽ പറ 45 4 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 45 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 44 വരിക. 11 × 4 44 വരിക. അപ്പോൾ എന്ത് പറ്റില്ല, 2345 പറ്റില്ല. അടുത്തത് 56 78. അപ്പോൾ ആരെ നോക്കണം, 78 4 പോവോ വെക്കുക. 78 4 പോവോ? 20 × 4 80. 20 × 4 80. അപ്പോൾ 78 വരുമോ? ഇല്ല. അപ്പോൾ അതും പറ്റൂല. ഇനി അടുത്ത് നോക്ക്, 82 വരുന്നത് ലാസ്റ്റത്തെ. ഞാൻ ഇപ്പോൾ പറഞ്ഞു 20 × 4 80. അപ്പോൾ നോക്ക് 82 വരുമോ? അതും പറ്റൂല. 84 വരൂ അല്ലേ? അപ്പോൾ ഇനി അടുത്ത് നോക്ക് 16. എല്ലാവർക്കും അറിയാം 4ൻ്റെ ഗുണിതാണ് 16 എന്ന്. സിമ്പിളായിട്ട് 72 16 നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തി. അപ്പോൾ എന്ത് നോക്കിയാൽ മതി, അവസാനത്തെ 2 അക്കങ്ങൾ എന്തായിരിക്കണം, 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. ഇനി ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 1200 എന്ന് പറഞ്ഞൊരു സംഖ്യ തന്നു. ഇതിനെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമെന്നാണ് ഉത്തരം. അവസാനത്തെ 2 അക്കങ്ങൾ 0 ആണെങ്കിലും അതെന്ത് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, അവസാനത്തെ 2 അക്കങ്ങൾ 0 ആയിരിക്കണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തായിരിക്കണം, ആ ലാസ്റ്റത്തെ 2 അക്കം 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം. മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് 8 കൊണ്ടുള്ള ഹരണം നോക്കി നോക്കാം. ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരാത്ത സംഖ്യ ഏതെന്നാണ്. ഇതിൽ ഓപ്ഷൻ ഇടാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ്, 28760, 32480, 45620, 54000. ഈ സംഖ്യകളാണ് എന്ത് 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 വരാത്ത സംഖ്യ ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഇനി അടുത്ത പരിപാടി. നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാം. നമ്മൾ 4ൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ലാസ്റ്റത്തെ 2 ഡിജിറ്റുകൾ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇവിടെ 8 ആവുമ്പോൾ 4നേക്കാളും കൂടുതലല്ലേ 8, 4ൻ്റെ ഇരട്ടിയല്ലേ 8. ഇതേ 3 ഡിജിറ്റ്, ഒന്നധികം 3 ഡിജിറ്റ് എന്ത് ചെയ്യണം, 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. അങ്ങനെ പറ്റുന്നു എങ്കിൽ
അങ്ങനെ പറ്റുന്നുവെങ്കിൽ എന്തായിരിക്കും? അത് 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ശിഷ്ടം എത്ര വരിക? 0 ശിഷ്ടം വരിക. നമ്മളെ ചോദ്യം എന്താ? 0 ശിഷ്ടം വരാത്തത് എന്ന്. അപ്പോൾ ഇതിലെന്താ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ ഓരോ ഓപ്ഷൻ എന്ത് ചെയ്യണം? 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. 8 കൊണ്ട് ഹരിക്കാൻ പറ്റാത്ത ഒരാളുണ്ടാവും, അയാളാണ് എന്ത് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നോക്കാലോ. അപ്പോൾ ആദ്യം 28,760. ഇവിടെ നോക്കുമ്പോൾ ഞാൻ ആരെ എടുക്കണം? ദേ ഈ 3 ഡിജിറ്റ് 760 ഞാൻ എടുക്കണം. വേണ്ടേ? 760 ഞാൻ എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 760 ഹരിച്ചു നോക്കുകയാണ്. 760 ഹരിക്കണം 8. 9 8 72 ശിഷ്ടം 4 ഒരു 0. എത്രയാ ഇനി വരിക? 8 5 40 അല്ലേ? 8 5 40 ശിഷ്ടം 0. അപ്പോൾ എന്താണ്? ഇതിനെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. അതിൻ്റെ ശിഷ്ടം 0 വന്നു അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ആളെ നോക്കാം. 32 480. ആരെ എടുക്കണം? ഇതിന് മൊത്തം ഹരിക്കണോ? വേണ്ട. ആരെ എടുക്കണം? ഈ ലാസ്റ്റത്തെ 3 ഡിജിറ്റ് 480. ഇനി ഇവിടെ ശ്രദ്ധിക്ക്, ഒരു 3 അക്ക സംഖ്യയെ, ഇപ്പോൾ ഈ 32 480 നമ്മൾ ആരെ കണ്ടുപിടിക്കണം? ലാസ്റ്റത്തെ 3 അക്ക എടുത്താൽ മതി എന്ന് പറഞ്ഞു, 3 ഡിജിറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേറൊരു സാധനം ഇതിൽ ഞാൻ കൂട്ടാൻ പോവുകയാണ്. ഒരു 3 അക്ക സംഖ്യയെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതിലെന്താന്ന് വിചാരിച്ചാൽ, ഇതിൻ്റെ 3ാമത്തെ ഡിജിറ്റ് ഇത് എവിടെയാണെങ്കിൽ 4, അത് ഇരട്ട സംഖ്യയാണെങ്കിൽ, ഇത് ഒറ്റ 10 100, ആ 100ൻ്റെ ഭാഗത്ത് ഇരട്ട സംഖ്യയാണെങ്കിൽ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഒറ്റ 10 100, ആ 100ൻ്റെ സ്ഥാനത്ത് ഇരട്ട സംഖ്യയാണെങ്കിൽ, അല്ലെങ്കിൽ ആ 3ാമത്തെ ഡിജിറ്റ് ഇരട്ട സംഖ്യയാണെങ്കിൽ ഏതൊക്കെയാണ് വരിക? അപ്പോൾ 0 2 4 6 8 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ലാസ്റ്റുള്ള 2 ഉണ്ടല്ലോ, ഈ കേസിൽ 80, അതിനെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. അതിനെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. അതേ ലാസ്റ്റുള്ളത് 80. 80നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ലേ? 10 8 80. അപ്പോൾ എന്ത് ചെയ്യും? 480നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. വേറെ എക്സാമ്പിൾ പറയാം. 472, അല്ലെങ്കിൽ വേണ്ട 272. 272നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം ദേ ഇതൊരു ഇരട്ട സംഖ്യയാണ്, 3ാമത്തെ ഡിജിറ്റ് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഇനി നോക്കിയാൽ മതി എന്ത്? ഈ 72നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. 816. ഓക്കെ, 8 വേണ്ട, 616 ചെയ്യാൻ പറ്റുമോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? ദേ ഈ 6 എന്താ? ഇരട്ട സംഖ്യ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ 16നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി. മനസ്സിലായല്ലോ? സിമ്പിളല്ലേ? അപ്പോൾ 480 എന്താണ്? 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ്. ഇനി അടുത്ത നോക്കാം. ഇത് 620. അടുത്ത സംഖ്യ എടുത്തു 620. ഒന്നുകിൽ നിങ്ങൾക്ക് 620നെ ഹരിക്കാം, പക്ഷെ ഇവിടെ അങ്ങനെ ഹരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഇതിൻ്റെ 3ാമത്തെ ഡിജിറ്റ് 6. ഇനിയിപ്പോൾ വേറെ 5ഒക്കെ വരുന്ന വെച്ചാൽ നിങ്ങൾ ചെയ്യണം കേട്ടോ. പക്ഷെ ഇവിടെ എന്താ 6 വന്നേക്കണേ. അപ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനെ മൊത്തത്തിലായിരിക്കേണ്ട. അതേ ഇയാളെ മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 20 ഹരിക്കണം 8. ശ്രദ്ധിക്കണം, ഇത് ഇരട്ട സംഖ്യ ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. കൺഫ്യൂഷൻ ആക്കാനോ തെറ്റിക്കാനോ നിൽക്കരുത്. പ്രോബ്ലംസ് ചെയ്ത് തലയിൽ ഇത് കയറ്റണം. അല്ലാതെ ഇന്ന് നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും ഒന്ന് എക്സാമിന് എന്തൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് 4ഉം 8ഉം ഒരേമാതിരി ചെയ്യാൻ നിൽക്കരുത്. 3 8 24. അപ്പോൾ 2 8 16. ശിഷ്ടം 4. ഇവിടെ ശിഷ്ടം 0 വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ആരായിരിക്കും? 45,620, 45,620 ആയിരിക്കും. ഇനി വേറൊരു ഓപ്ഷൻ കൂടി ഞാൻ തന്നിട്ടുണ്ട്. ദേ അവസാനം 3 ഡിജിറ്റ് 3 0. നേരത്തെ 4ൻ്റെ കേസിൽ എന്താ പറഞ്ഞത്? 2 ഡിജിറ്റ് എടുക്കണം. ആ 2 ഡിജിറ്റ് 0 ആണെങ്കിൽ, ആ 2 ഡിജിറ്റും 0 ആണെങ്കിൽ അത് 4ൻ്റെ ഗുണിതമാണ്. അതേ ഒരു പരിപാടി ഇയാൾക്കും ഉണ്ട്. ദേ അവസാനത്തെ 3 ഡിജിറ്റ് 0 ആണെങ്കിൽ, അതെന്തായിരിക്കും? 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യയായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ എവിടെയും ശിഷ്ടം എത്ര വരിക? 0 തന്നെ വരിക. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി അടുത്ത ഏതാ നോക്കി നോക്കാം. അപ്പോൾ ഇനി അടുത്ത നോക്കാൻ 7 ആണ്. 7 ഒറ്റയ്ക്കേ ഉള്ളൂ. 7 ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് എന്ന് പറയുന്നത് 1234, 78 43, 23 59, 43 72. ഇതിൽ 7ൻ്റെ ഗുണിത ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. അതായത് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ ഏതാണ് കൂട്ടത്തിൽ എന്നുള്ള കണ്ടുപിടിച്ചാലും മതി.
അതുതന്നെയല്ലേ 7ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ഞാൻ ഈ ഓരോ ചോദ്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്താ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയെല്ലാം ചോദിക്കാം എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്തു നോക്കാം. എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടുത്തെ കേസ് എടുക്കുമ്പോൾ 1234 നമ്മൾ ആദ്യത്തെ നമ്പർ എടുത്തു, 1234 എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയോ? ശ്രദ്ധിച്ച് കാണണം. 1234 ലാസ്റ്റത്തെ നമ്പർ എത്രയാണ്? 4 അല്ലേ? ആ 4ൻ്റെ ഇരട്ടി ഞാൻ എടുത്തു. എത്രയാ? 8. അത് ഈ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. 1234 എന്ത് ചെയ്തു? അതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഖ്യ 4 അതിൻ്റെ ഇരട്ടി ഞാൻ എടുത്തു. എത്രയാ? 8. 4 ഇരട്ടി 8. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ആ ബാക്കിയുള്ള സംഖ്യയാണ് 123 കുറച്ചു. അപ്പോൾ എത്ര കിട്ടുക? 115. കഴിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് ഏതാ? അതെ, 5 അല്ലേ? ആ 5ൻ്റെ ഇരട്ടി ഞാൻ എടുത്തു. എത്രയാ? 10 അല്ലേ? അത് ഈ 11 ഞാൻ കുറച്ചു. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 1 എന്ന് കിട്ടി. എത്ര കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് എന്ത് പറ്റില്ല? 7ൻ്റെ ഗുണിതമായിട്ട് 1234 പറയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാം. ഈ കിട്ടുന്നത്, ലാസ്റ്റ് കിട്ടുന്നത് ഒന്നുകിൽ എന്തായിരിക്കണം? 7ൻ്റെ ഗുണിതമായിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. നമ്മൾ ചെയ്ത് ലാസ്റ്റ് വരില്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഒന്നുകിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 7ൻ്റെ ഗുണിതം കിട്ടണം. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ഡിവിസിബിൾ ബൈ 7 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഞാൻ ഇപ്പോഴും പറയുന്നു എന്ത്, ഇത് ചെറിയ സംഖ്യകളായതുകൊണ്ടാണ്. വലിയ സംഖ്യകളാകുമ്പോൾ ഹരിക്കുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത സംഖ്യ നോക്കാം. 7843 ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ പോലെ ചെയ്യുന്ന പോലെ തന്നെ അതെ, ഈ 3ൻ്റെ ഇരട്ടി എടുത്തു 6. അത് 784 നിന്ന് കുറയ്ക്കുകയാണ്. 784 6 കുറച്ചാൽ എത്ര കിട്ടുക? 778. കറക്റ്റ് അല്ലേ? 778 എന്ന് കിട്ടും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ദേ ഈ ലാസ്റ്റ് 8 അല്ലേ? 8ൻ്റെ ഇരട്ടി എടുക്കുക. എത്ര 8ൻ്റെ ഇരട്ടി? 16. 8ൻ്റെ ഇരട്ടി 16. അത് 77 എന്ന് കുറയ്ക്കുക. എത്ര കിട്ടുക? 7 പോയാൽ 1, 7 6 പോയാൽ 1, 7 പോയാൽ 6, 61. ഈ 61 7ൻ്റെ ഗുണിതമാണോ? അത്ര നോക്കിയാൽ മതി, ഫുള്ള് ചെയ്യണ്ട. 61 7ൻ്റെ ഗുണിതമാണോ? 9 7 63 കിട്ടുക. പക്ഷേ 61 അപ്പം എന്തല്ല? 7ൻ്റെ ഗുണിതം അല്ല. അപ്പം ഇതും എന്തല്ല? 7ൻ്റെ ഗുണിതം അല്ല. അടുത്ത ആളെ നോക്കാം. 2359. 2359 ചെയ്തു നോക്കാലോ. എന്താ ആദ്യം ചെയ്യണ്ടേ? 9ൻ്റെ ഇരട്ടി എടുക്കണം. അപ്പോൾ ആ 9നെ വായിച്ചേ. 9ൻ്റെ ഇരട്ടി എടുക്കണം. എത്രയാ? 18. ഇനി എന്ത് ചെയ്യണം? ഈ 235 18 കുറയ്ക്കുകയല്ലേ വേണ്ടേ? എത്ര കുറച്ചാൽ കിട്ടുക? 217 അല്ലേ? 217. 5 8 പോയാൽ 7, 217 അല്ലേ? ഇനി എന്ത് ചെയ്യണം? കഴിഞ്ഞോ? കഴിഞ്ഞില്ല അല്ലേ? എന്താ ചെയ്യേണ്ടതാ? ലാസ്റ്റ് താളാരാ? 7. 7ൻ്റെ ഇരട്ടി എടുത്തോ. എത്രയാ? 14. 21 14 പോയാൽ 7 കിട്ടി അല്ലേ? നമുക്ക് എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. അപ്പോൾ മനസ്സിലായി എന്ത്? 2359 എന്താണ്? 7ൻ്റെ ഗുണിതമാണ് എന്ന് മനസ്സിലാക്കിയല്ലോ. ഉത്തരം നമുക്ക് എഴുതി. 2359 നമ്മൾ എഴുതി കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റത്തെ കൂടി ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? 4372. എങ്ങനെ ചെയ്യും? ദേ ലാസ്റ്റത്തെ 2 ഞാനങ്ങ് വായിച്ചു. എന്നിട്ട് 2ൻ്റെ ഇരട്ടി 4. 437 4 കുറയ്ക്കുന്നു. 437 4 പോയാൽ എത്രയാ? 3 3 4. കറക്റ്റ് അല്ലേ? ഇനി എന്ത് ചെയ്യണം? ദേ ലാസ്റ്റത്തെ ആളെ 3നെ വായിച്ചു. 3ൻ്റെ ഇരട്ടി എത്രയാ? 6. 43 നിന്ന് 6 കുറയ്ക്കണം. എത്ര വരിക? 43 6 കുറച്ചാൽ 37. എത്ര വരിക? 37. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് എന്താണ്? 7ൻ്റെ ഗുണിതമല്ല ആണോ? 7 5 35. അപ്പോൾ ഇത് എന്ത് വരില്ല? അത് 7ൻ്റെ ഗുണിതമായിട്ട് വരുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്, ഉത്തരം കിട്ടുന്നുണ്ട് 2359. ഈ ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ അടുത്ത് നോക്കാൻ പോകുന്നത് 11 കൊണ്ടുള്ള ഡിവിസിബിലിറ്റിയാണ്. ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ 11 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണെന്നാണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ PSC പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ മോഡൽ കണ്ടിട്ടുണ്ടായിരിക്കും. 11 ഇതൊരു ട്രിക്കാണ്, എല്ലാവർക്കും പറയാൻ ഇഷ്ടമുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? ഓപ്ഷനിൽ നിന്ന് ഓരോന്നും 11 കൊണ്ട് പോകുമെന്ന് നോക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നും ഹരിക്കൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഞാൻ ആ സംഖ്യ എടുത്തെഴുതി 9 8 4 6 1 5 2. ആ സംഖ്യ എടുത്തതിന് ശേഷം ഒന്നിടവിട്ട സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കേസിൽ ഇതാ 9 4
1 2 ഇടയിലുള്ളത് ഒഴിവാക്കി. അതുപോലെ തന്നെ നോക്കൂ 8 6 5 ഒന്നിടവിട്ട സംഖ്യകൾ എടുത്തേക്കുന്ന മനസ്സിലായല്ലോ. ഒന്നിടവിട്ട സംഖ്യകളുടെ തുക കാണാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 കൂട്ടണം 4 കൂട്ടണം 1 കൂട്ടണം 2 ഓക്കെ ആണല്ലോ. അതേപോലെ ഇതാ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ 8 കൂട്ടണം 6 കൂട്ടണം 2 സോറി 5 8 കൂട്ടണം 6 കൂട്ടണം 5 ആണല്ലോ. ഇവയുടെ വ്യത്യാസം എടുക്കുക. ഒന്നിടവിട്ട സംഖ്യകളെ തുക കാണുക, ആദ്യം അക്കങ്ങളുടെ തുക കാണുക, എന്നിട്ട് അവയുടെ വ്യത്യാസം എടുക്കുക. അപ്പോൾ ഇതൊന്ന് എടുത്തു നോക്കാം. 9 1 10 16 ഇവിടെ 16 എന്ന് കിട്ടി. കുറയ്ക്കണം. ഇവിടെ നോക്കിയപ്പോഴോ 8 6 14 14 5 19 14 5 19. അപ്പോൾ ഇവയുടെ വ്യത്യാസം 16 കുറയ്ക്കണം 19 എത്ര കിട്ടുക? 16 19 പോയാൽ -3 എന്ന് കിട്ടും. -3 കിട്ടും. 19 16 കുറയ്ക്കുന്നു, എത്ര കിട്ടി? 3 കിട്ടി. എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കുന്നു. 19 ആണ് വലിയ സംഖ്യ, അപ്പോൾ മൈനസ് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ -3 എന്ന് കിട്ടി. അപ്പോൾ എന്താണ് ഇനി കിട്ടേണ്ട സാധനം? അതായത് അവസാനം നമ്മളിത് ചെയ്താൽ കിട്ടുന്നത് 0 11ൻ്റെ ഗുണിതമോ ആണെങ്കിൽ, ഞാൻ എന്താ പറഞ്ഞത്? ഈ അവസാനം നമുക്കൊരു സംഖ്യ കിട്ടിയില്ലേ, വാല്യൂ കിട്ടിയില്ലേ, അത് 0 11ൻ്റെ ഗുണിതമോ ആണെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? 11 കൊണ്ട് ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ അത് 11ൻ്റെ ഗുണിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ത് കിട്ടണം? 0 11ൻ്റെ ഗുണിതമായിരിക്കണം. 11ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 11 22 33 44 അങ്ങനെ പോകുന്ന സംഖ്യകൾ അതോ ആയിരിക്കണം. അതാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായിരുന്നു? ആദ്യത്തെ ആള് ഫസ്റ്റ് ഓപ്ഷൻ എ എന്തല്ല? 11ൻ്റെ ഗുണിതമല്ല. അപ്പോൾ ഇതല്ല ഉത്തരം. രണ്ടാമത്തെ എടുത്ത് നോക്കാം. 7 3 8 2 9 1 7 ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, അങ്ങനെ ഓരോന്നെടുത്ത് എഴുതുന്നില്ല. ഓക്കെ, ഇതും കൂടി എഴുതാം. 7 കൂട്ടണം 8 ഓക്കെ 7 കൂട്ടണം 8 കൂട്ടണം 9 കൂട്ടണം 7 ഓക്കെ കുറയ്ക്കണം. ഇനി അടുത്തത് ഇവിടെ 3 കൂട്ടണം 2 3 കൂട്ടണം 2 കൂട്ടണം 1 ചെയ്താൽ എത്ര കിട്ടുക? 7 കൂട്ടണം 8 കൂട്ടണം 9 കൂട്ടണം 7. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് 7 7 14 14 8 22 22 9 31 അങ്ങനെ പെട്ടെന്ന് കൂട്ടാൻ പഠിക്കണേ. കുറയ്ക്കണം. ദാ ഇവിടെ എത്ര കിട്ടാനുള്ളത്? 3 2 5 5 1 6 31ൽ നിന്ന് 6 പോയാൽ എത്ര കിട്ടുക? 25 ആണ് കിട്ടുന്നത്. 25 ആണ് കിട്ടുന്നത്. 25നെ 11 കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റുമോ? ഇല്ല. 25നെ 11 കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റുമോ? ഇല്ല. 22 ആണെങ്കിൽ ഓക്കെ ആയനെ അല്ലേ? പക്ഷെ ഇവിടെ എത്രയാ? 22 അല്ലേ? 25 അല്ലേ? അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തെടുക്കുകയാണ്. അടുത്ത സംഖ്യ എടുത്തു നോക്കാം. 5 6 7 8 4 3 1 ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ 5 കൂട്ടണം 7 കൂട്ടണം 4 കൂട്ടണം 1 ഓക്കെ ആണല്ലോ. കുറയ്ക്കണം. 6 കൂട്ടണം 8 കൂട്ടണം 3 കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 കൂട്ടണം 7 കൂട്ടണം 4 കൂട്ടണം 1 ചെയ്യാൻ വേണ്ടിയിട്ട് 5 5 10 17 എന്ന് കിട്ടി. ഇത് മൊത്തം കൂട്ടിയാൽ 17 എന്ന് കിട്ടി. കുറയ്ക്കണം. ഇത് എത്ര കൂട്ടിയാൽ കിട്ടുക? 6 8 14 3 17 17 17 പോയാൽ 0 എത്രയാ? 0. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്? നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇങ്ങനെ കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂ ഇങ്ങനെ ഇതിൻ്റെ വ്യത്യാസം എടുത്താൽ എത്ര കിട്ടണം? 0 11ൻ്റെ ഗുണിതമോ ലഭിക്കണം. ഇവിടെ കിട്ടിയിരിക്കണ ആരെയാ? 0. അപ്പോൾ ഇതെന്താണ്? ഓപ്ഷൻ സി എന്താണ്? അത് 11ൻ്റെ ഗുണിതം ആണ്. അത് 11ൻ്റെ ഗുണിതമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. സംഭവം മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കാം. 2 1 8 5 6 4 7 എന്ന സംഖ്യ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര? ഈ സംഖ്യയെ 11 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ 9ൽ ഇതേമാതിരി ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ മെത്തേഡ് യൂസ് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. 2 1 8 5 6 4 7 ഇതിനിപ്പോൾ 11 കൊണ്ട് ഹരിക്കാൻ തന്നു കഴിഞ്ഞാൽ കുറേ സമയം പോകും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ആൾട്ടർനേറ്റീവായിട്ട് നോക്കിയെടുക്കുകയാണ് അല്ലേ? അപ്പോൾ ഏതൊക്കെയാ? 2 കൂട്ടണം 8 കൂട്ടണം 6 കൂട്ടണം 7 കറക്റ്റ് അല്ലേ? എടുത്തേക്കുന്നത് കറക്റ്റ് അല്ലേ? കുറയ്ക്കണം. ഇനി ആരൊക്കെയാ? 1 5 4
1 കൂട്ടണം 5 കൂട്ടണം 4 എടുത്തേക്കെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇത് കൂട്ടുക. 2 8 10, 10ഉം 7ഉം 17, 17 6ഉം 23. കുറയ്ക്കണം 1 5 6 6 4 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 23 കുറയ്ക്കണം 10, എത്ര നമുക്ക് കിട്ടിയേക്കണേ? 13 എന്നാണ് നമുക്ക് കിട്ടിയേക്കണേ. നമുക്ക് 13 എന്നാണ് കിട്ടിയേക്കണേ. അപ്പോൾ ശിഷ്ടം വരുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? ശിഷ്ടം വരുന്നുള്ള കാര്യം മനസ്സിലായില്ലേ? 11ൻ്റെ ഗുണിതമോ അല്ലെങ്കിൽ 0മോ ആയിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടിയില്ലേ 13. ആ 13നെ 11 കൊണ്ട് ഹരിച്ചാൽ മതി. ആ ലാസ്റ്റ് ഒരു സംഖ്യ കിട്ടിയില്ലേ, അതിനെ 11 കൊണ്ട് ഹരിച്ചാൽ മതി. അത്രയേ ഉള്ളൂ പരിപാടി. എത്ര? ഒരു 11 11. ശിഷ്ടം അപ്പോൾ എത്ര വരിക? 2 കിട്ടുക. എത്ര ശിഷ്ടം വരിക? 2. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ആദ്യം ഞാൻ ഒരു തവണ കൂടി ഞാൻ പറയുകയാണ്. ആദ്യം നമ്മൾ അൾട്ടർനേറ്റീവായിട്ട് എഴുതി. അൾട്ടർനേറ്റീവായിട്ട് എന്ത് ചെയ്തു? സംഖ്യകളെ കൂട്ടി. 2 കൂട്ടണം 8 കൂട്ടണം 6 കൂട്ടണം 7. അത് നമുക്ക് എത്ര കിട്ടി? 2 കൂട്ടണം 8 10, 10 കൂട്ടണം 6 16, 16 കൂട്ടണം 7 23 എന്ന് കിട്ടി. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, അല്ലാതെ ഇങ്ങനെ എഴുതൊന്നും വേണ്ട. കുറയ്ക്കണം. ഇനി ഇതാ 1 കൂട്ടണം 5 കൂട്ടണം 4, 1 5ഉം 6, 6 4ഉം 10. 23ൽ നിന്ന് 10 പോയാൽ 13 എന്ന് കിട്ടി. ഈ 13 നമ്മൾ എന്ത് ചെയ്യുക? 13നെ 11 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? ഒരു 11 11. ശിഷ്ടം 2 എന്ന് കിട്ടി. ഉത്തരം എത്രയാ? 2. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി ഇതിൽ വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ചെറിയൊരു വ്യത്യാസത്തിൽ വരാൻ പോകുന്ന, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം കൂടി ഞാൻ പറയാം. ഈ സാധനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിപ്പോൾ എന്താണ്? ഇതൊരു പോസിറ്റീവ് സംഖ്യ ഉത്തരം വന്നപ്പോഴാണ്. ഇനി ഞാനൊന്ന് നോക്കാം. 1 2 3 4 5 6. ഈ സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം എന്ന് വിചാരിക്കാം. നോക്ക്, ഞാനിപ്പോൾ ഒരു ഇപ്പോൾ 1 2 3 4 5 6നെ 11 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരിക എന്നുള്ളതാണ് കണ്ടുപിടിക്കണം. നേരത്തെ ക്വസ്റ്റ്യനിൽ എന്ത് കിട്ടി? നമുക്ക് കിട്ടിയിരിക്കുന്ന ശിഷ്ടം, അതായത് ചെയ്തപ്പോൾ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു പോസിറ്റീവ് സംഖ്യ. ഇനി ഇവിടെ നോക്കിക്കോ കേട്ടോ. 1 കൂട്ടണം 3 കൂട്ടണം 1 കൂട്ടണം 3 4, 4 കൂട്ടണം 5 9. ഓക്കെ ആണല്ലോ? ഞാനിങ്ങനെ എഴുതുന്നതിൽ കുഴപ്പമില്ലല്ലോ. കുറയ്ക്കണം. 2 കൂട്ടണം 4 കൂട്ടണം 6, 2 കൂട്ടണം 4 6, 6 കൂട്ടണം 6 12. 9 കുറയ്ക്കണം 12 എന്ന് വന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയായിരിക്കും? -3 എന്നാണ്. 9 കുറയ്ക്കണം 12, അതായത് 1 + 1 -1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട്, അപ്പോൾ 12 9 കുറച്ചു 3 എന്ന് എഴുതി. വലുതിൻ്റെ ചിഹ്നം എത്രയാണ്? മൈനസ്. അത് അവിടെ ഇട്ടു. -3 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഉത്തരം കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ -3 ആണ്, മൈനസിലാണ് ആ സംഖ്യ കിട്ടുന്നുണ്ടെങ്കിൽ ആ -3നെ എന്ത് ചെയ്യാം? ഈ 11ആയിട്ട് കൂട്ടുക. -3നെ നമ്മൾ 11 ഉണ്ടല്ലോ അതുമായിട്ട് കൂട്ടുക. ഇങ്ങനെ നെഗറ്റീവിൽ വരികയാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 എന്ന് കിട്ടി. ഇവിടെ എന്താ ചെയ്തത്? 1 - 1 + 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? വലുതെന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. ഇതിൻ്റെ അർത്ഥം എന്താ? 11 കുറയ്ക്കണം 3 തന്നെയാണ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇതിൻ്റെ ശിഷ്ടം അപ്പോൾ എത്രയായിരിക്കും? 8 ആയിരിക്കും. അല്ലാതെ 3 ആണെന്ന് വിചാരിച്ച് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ നിൽക്കരുത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ വിചാരിച്ചിരുന്നത്. ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇടാം കുറച്ചുകൂടി. അപ്പോൾ അതേപോലെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചുകൂടി വ്യത്യാസമുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് ഡിഗ്രി ലെവലിലേക്ക് വരുന്ന തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി ഉണ്ട് ഈ ഭാഗത്തുനിന്ന്. അപ്പോൾ ആ മോഡൽ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ കുറേ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് നല്ലോണം ചെയ്യാം കേട്ടോ. താങ്ക്